പ്രിയമുള്ളവരെ, വളരെ കുറച്ച് വീഡിയോകളിൽ മാത്രമേ ഭയമുള്ളവർ ഇത് കാണരുത് എന്ന് നമ്മൾ പറയാറുള്ളൂ. കാരണം മനുഷ്യരായ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ചില പ്രവൃത്തികൾ ചിലർ ചെയ്യുമ്പോൾ, മനുഷ്യരൂപമുള്ള ചിലർ ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്ത ഭയവും അറപ്പും ജുഗുപ്സയും ഒക്കെ തോന്നും. അത്തരം ഒരു സംഭവം നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്നു. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ, ഞാൻ പതിവ് പല്ലവി ആവർത്തിക്കുകയാണ്, കേരളത്തിലെ മാധ്യമങ്ങൾ അതേക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല. ഇത്തവണ ഇര ഇന്ത്യയുടെ വായുസേനയുടെ, നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിലെ ഒരു ജവാന്റെ ഭാര്യയാണ്. 24 വയസ്സേ ഉള്ളൂ. അവർ ജീവിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്, മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ. ഈ പെൺകുട്ടി ഒരു റിയൽ എസ്റ്റേറ്റ് ഡീലറാണ്. അതായത് ഭൂമി ഇടപാട്, വസ്തുക്കൾ, കെട്ടിടങ്ങൾ ഇതൊക്കെ വിൽക്കുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് സ്ഥാപനം നടത്തുന്നു. അവരുടെ കൂടെ പഠിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ പേര് ആയാസ് താജ് മാദരെ. 26 വയസ്സേ ഉള്ളൂ. പെൺകുട്ടിയുടെ കോളേജിൽ ഒരുമിച്ച് പഠിച്ചവൻ. ഒരു ദിവസം ഈ ആയാസ് താജ് മാദരെ ഈ പെൺകുട്ടിയെ വിളിക്കുന്നു. പെൺകുട്ടിയുടെ പേര് പറയാൻ പറ്റില്ല, നിയമപരമായ തടസ്സമുണ്ട്. പെൺകുട്ടിയെ വിളിച്ചിട്ട് പറയുന്നു, നിങ്ങൾ ഒരു പ്രോപ്പർട്ടി നോക്കുന്നുണ്ടല്ലോ, ആ പ്രോപ്പർട്ടിയുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാം, നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം, വരൂ എന്ന് പറഞ്ഞ് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലെ വാർധ റോഡിലുള്ള ഒരു ഹോട്ടലിലേക്ക് വിളിക്കുന്നു. വിളിച്ചതിന് ശേഷം നടന്ന സംഭവങ്ങൾ ഇപ്പോൾ വീഡിയോ ആയി വരുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ കാണണം. ഒരു പെൺകുട്ടി, ചെറുപ്പക്കാരി ഇരിക്കുകയാണ്. അവളുടെ മുഖം ആ വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പുറത്തിരിക്കുന്നവൻ, ഈ ആയാസ് താജ് മാദരെ എന്ന് പറയുന്നവൻ അവളെ ബലമായി പിടിക്കുന്നു. അടുത്തൊരു കുപ്പി ഇരിപ്പുണ്ട്. ഇവൾ നിലവിളിക്കുകയാണ്, ചോടോ മുച്ചേ, എന്നെ വിടൂ എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടി നിലവിളിക്കുകയാണ്. എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയാണ്. അത് വല്ലാതെ വൈറലായിരിക്കുന്നു. നമ്മുടെ രാജ്യത്തെ ദേശീയ ചാനലുകളെല്ലാം ഇത് വലിയ വാർത്തയായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു സ്ത്രീക്ക് നേരെയുള്ള അതിക്രമം. അതും പോരാഞ്ഞിട്ട് ഇന്ത്യയുടെ ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയ്ക്ക് നേരെ നടന്ന അതിക്രമം. എന്താണ് സംഭവം? ബാക്കി പറയാം. ഹോട്ടലിലിരിക്കുന്ന ഈ പെൺകുട്ടിയോട് ഈ ഭൂമി ഇടപാടിൻ്റെ, റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നു. പരിചയക്കാരനുമാണല്ലോ, ഒരുമിച്ച് കോളേജിൽ സീനിയറായി പഠിച്ച ചെറുപ്പക്കാരനാണ്. അവനെ വിശ്വസിച്ചിരിക്കുന്ന ഇവൾക്ക് ജ്യൂസ് കൊടുക്കുന്നു. സ്വാഭാവികം, കഥ പഴയ പോലെയാണ്, ആവർത്തനമാണ്. ജ്യൂസ് കൊടുക്കുന്നു. ജ്യൂസിൽ മയക്കുമരുന്നാണ്. മയക്കുമരുന്ന് കലക്കിയ ജ്യൂസ് കൊടുത്ത് ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നു. അവളുടെ ചിത്രങ്ങൾ എടുക്കുന്നു. പിന്നെ നിരന്തരം ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ്. ഇവൾക്ക് മിണ്ടാൻ വയ്യ. ഭർത്താവ് ജോലി ചെയ്യുന്നത് മറ്റൊരു നഗരത്തിലല്ല, മറ്റൊരു സംസ്ഥാനത്താണ്. ഇവൾ വലിയ ട്രോമ അനുഭവിച്ച് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വീണ്ടും ഈ പെൺകുട്ടിയെ ഇയാൾ അയാസ് താജ് മാദരെ വിളിച്ചു കൊണ്ടുപോയി. ഇത്തവണ പറഞ്ഞത് കാമേശ്വർ എന്ന് പറയുന്ന സ്ഥലത്ത് വരാനാണ് പറഞ്ഞത്. കാരണം ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ്, പടങ്ങൾ പുറത്തു വിടും എന്ന് പറഞ്ഞ്. 24 വയസ്സേ ഉള്ളൂ. വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം മാത്രമായ പെൺകുട്ടിയാണ്. അവിടേക്ക് ചെല്ലുന്നു. അവിടേക്ക് ചെന്നതിന് ശേഷമുള്ള വീഡിയോ ആണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ കണ്ടത്. ആ പെൺകുട്ടിയെ ബലമായി കടന്നു പിടിക്കുന്നു. അവളപ്പോൾ പറയും, എന്നെ വിടൂ എന്ന് പറഞ്ഞ് അവൾ നിലവിളിക്കുകയാണ്. പക്ഷേ ഇവൻ അവളുടെ ശരീരത്തിൽ മുറുക്ക പിടിച്ച്, മറ്റ് 2 പേരൂടെയുണ്ട്. മറ്റ് 2 പേരുടെ പേര് അമീൻ ഷെയ്ഖ് 30 വയസ്സുകാരൻ, ഹസ്രത്ത് മൗലാന, കേൾക്കണം, ഹസ്രത്ത് മൗലാന പുരോഹിതനാണ്, മതപുരോഹിതൻ. ഇവർ 2 പേരുടെ ഇവളുടെ ശരീരത്തിൽ പിടിച്ച് ചില മന്ത്രങ്ങൾ ചൊല്ലുകയാണ്. മന്ത്രങ്ങൾ ചൊല്ലിക്കഴിഞ്ഞ് പറയുന്നു, നീ ഇന്നു മുതൽ മുസ്ലിം ആയിരിക്കുന്നു. മതം മാറ്റത്തിൻ്റെ മറ്റൊരു മാരക വേർഷൻ. അങ്ങനെ ഈ പെൺകുട്ടിയെ ഇസ്ലാമാണെന്ന് പറഞ്ഞു. ഇവൾ വല്ലാതെ തകർന്ന് വീട്ടിലെത്തി. തൻ്റെ ഭർത്താവിനെ വിളിക്കുന്നു. ഉടനെ എനിക്ക് കാണണമെന്ന് പറയുന്നു. ഭർത്താവിനെ അടിയന്തരമായി വീട്ടിൽ വിളിച്ചു വരുത്തി തനിക്ക് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തനിക്കുണ്ടായ തിക്താനുഭവങ്ങൾ ഈ ധീരയായ പെൺകുട്ടി തൻ്റെ ഭർത്താവിനോട് പറയുന്നു. ഭർത്താവിനും കാര്യങ്ങൾ മനസ്സിലാവുന്നു. അവർ നേരെ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുന്നു. അയാസ് താജ് മാദരെയും അമീൻ ഷെയ്ഖിനെയും അറസ്റ്റ് ചെയ്യുന്നു. അസ്രത്ത് എന്ന് പറയുന്ന മൗലാനിക്ക് വേണ്ടി മഹാരാഷ്ട്ര പോലീസിൻ്റെ ഭീകരവിരുദ്ധ സ്ക്വാഡ് അന്വേഷണം നടത്തുകയാണ്. നോക്കണം, തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അന്വേഷണം നടത്തുന്നു. ഇന്നലെ നടന്ന സംഭവമാണ്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മാധ്യമങ്ങൾ ഇത് പറയാത്തത്? ഇര ഹിന്ദുവാണ്. അപ്പുറത്ത് നടന്നത് ഇസ്ലാമിലേക്ക് മതം മാറ്റാൻ ജിഹാദികൾ നടത്തിയ ഒരു ശ്രമമാണ്. അത് വാർത്തയാക്കാൻ പാടില്ല. കാരണം കേരളത്തിലെ മതേതരത്വം തകർന്നു പോവുകയും, എങ്ങാനും ഇതെല്ലാം കണ്ടിട്ട് ഹിന്ദുക്കൾക്ക് ഒരു ഉണർവുണ്ടാവുകയും തിരിച്ചറിവുണ്ടാവുകയും കേരളത്തിൽ BJPയും സംഘപരിവാരവും ശക്തിപ്പെടുകയും ചെയ്താൽ കേരളത്തിൻ്റെ മതേതരത്വം അങ്ങ് തകർന്നു പോകുമല്ലോ. റിപ്പോർട്ട് ചെയ്യില്ല, പറയില്ല. കഴിഞ്ഞ ദിവസം ഇതുപോലെയല്ലേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരിഫ് ഹുസൈൻ്റെ ചാനലിൽ ഒരു പെൺകുട്ടി വിളിച്ച്, ഒരു ഹിന്ദു പെൺകുട്ടി, അവളെങ്ങനെ ആയിഷയായി, അവളെ എങ്ങനെ മതം മാറ്റി, അവളെ എങ്ങനെ പീഡിപ്പിച്ചു, അവളെ എങ്ങനെ ഉപേക്ഷിച്ചു, അവളെ എങ്ങനെ
തൊഴിൽ ചെയ്യുന്ന സ്ഥാപനത്തിൽ, ആലുവയിലെ സ്ഥാപനത്തിലെ മുതലാളിമാരും ജീവനക്കാരും ഉൾപ്പെടെയുള്ളവർ എങ്ങനെ മതം മാറ്റാൻ പ്രേരിപ്പിച്ച് മതം മാറ്റിയതിനു ശേഷം കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു എന്നതിൻ്റെ കഥ ആരിഫ് ഹുസൈൻ്റെ ചാനലിലൂടെ ആ പെൺകുട്ടി ഐഷ എന്ന് വിളിക്കപ്പെടുന്ന ഹിന്ദു പെൺകുട്ടി പറഞ്ഞിട്ട് കേരളം ഞെട്ടിയില്ല. കേരളത്തിൽ ഒരു ഇലയോ അനങ്ങിയില്ല. ഇനി ഞാൻ പറയാം, ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ നടന്ന മറ്റൊരു സംഭവം നിങ്ങൾ അറിഞ്ഞോ? നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ? കേരളത്തിൽ ഒരൊറ്റയാളെങ്കിലും പറഞ്ഞോ? കേരളത്തിൽ ഇപ്പോൾ 3 വൈസ് ചാൻസലർമാർ RSS മേധാവിയുടെ പ്രസംഗം കേട്ടു എന്നതിൻ്റെ പേരിൽ കേരളത്തിലെ മതേതരത്വം തകർന്നു പോകും എന്ന് പറയുന്നവർ, വടക്കേ ഇന്ത്യയിൽ ഒരു നായ ചത്താൽ അത് സംഘീഭീകരത കൊണ്ടാണെന്ന് പറഞ്ഞ് ഇവിടെ അന്തിച്ചർച്ച നടത്തുന്നവർ ഈ വാർത്ത, ഈ പെൺകുട്ടിയുടെ കഥ ചർച്ച ചെയ്യില്ല. ഞാൻ പറയുന്ന 2026 ഈ വർഷം ഫെബ്രുവരിയിൽ മുംബൈയിൽ മീരാ നഗറിൽ നടന്നൊരു സംഭവം. മുംബൈയിലെ മീരാ നഗറിൽ ഒരു കെട്ടിടം പണിതുകൊണ്ടിരിക്കുകയാണ്. കെട്ടിടം മീരാ റോഡിൽ ഒരു കെട്ടിടം പണിതുകൊണ്ടിരിക്കുന്നു. ആ കെട്ടിടത്തിൻ്റെ അവിടെ 2 ചെറുപ്പക്കാർ കാവൽ നിൽക്കുന്നു, സെക്യൂരിറ്റിക്കാർ. പേര് രാജ്കുമാർ മിശ്ര, സുബ്രതോവ് സെൻ. ഇവർ രണ്ടുപേരും അവിടെ നിൽക്കുമ്പോൾ ഒരാൾ വരുന്നു, വന്നിട്ട് പറയുന്നു, കത്തിയുണ്ട്, കയ്യിൽ മൂർച്ചയുള്ള കത്തി പിടിച്ചിട്ട് പറയാണ്, തനിക്ക് കലിമ ചൊല്ലാൻ അറിയാമോ? കലിമ ഓർക്കുന്നില്ലേ? പഹൽഗാമിൽ ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് വെടിവെച്ച് കൊല്ലാൻ യാ ഹിലാഹ അല്ല അല്ല എനിക്കറിയില്ല, പ്രാർത്ഥന അറിയില്ല എനിക്ക്, എന്നോ മറ്റോ തുടങ്ങുന്ന മുസ്ലിം പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞിട്ടാണ് ഹിന്ദുക്കളെ വെടിവെച്ചു വന്നു പഹൽഗാമിൽ. അതുപോലെ ഇവരോട്, ഈ രാജ്കുമാർ മിശ്രയോടും സുബ്രതോവ് സെന്നിനോടും പറയുന്നു, കലിമ ചൊല്ലൂ എന്ന് ആവശ്യപ്പെടുന്നു. ഹിന്ദുവിന് എങ്ങനെ കലിമ എന്തറിയാം? എന്ത് കലിമ? ഉടനെ ഇയാൾ എന്ത് ചെയ്യുന്നറിയോ? ഇയാൾ ഇവരെ രണ്ടുപേരെയും മാരകമായി പരിക്കേൽപ്പിച്ചു. ഹൃദയത്തിനും കരളിനുമൊക്കെ കുത്തേറ്റ് അതീവ ഗുരുതരാവസ്ഥയിൽ ഇവർ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു. കുത്തിയവൻ്റെ പേര് സൈബ് സുബൈർ എന്നാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കും, ഏതോ ഭ്രാന്തൻ, വിവരമില്ലാത്തവൻ, അതൊക്കെ വാർത്തയാക്കണോ എന്ന് ചോദിക്കണം. അങ്ങനല്ല പ്രിയപ്പെട്ടവരെ. ഈ സൈബ് സുബൈർ എവിടെ നിന്ന് വന്നതാണെന്ന് പറയാം. അവൻ അമേരിക്കയിൽ പോയി MBA പഠിച്ചിട്ട് തിരിച്ചു വന്നവനാണ്. അമേരിക്കയിൽ പോയി MBA പഠിക്കണമെങ്കിൽ അവന് സാമാന്യം നല്ല വിദ്യാഭ്യാസം ഉണ്ടാവണം, വിവരം ഉണ്ടാവണം, നല്ല കുടുംബ പശ്ചാത്തലം ഉണ്ടാവണം, അതിലൊക്കെ ഉപരി സാമ്പത്തികം ഉണ്ടാവണം. അങ്ങനെയാണ് ഈ സൈബ് സുബൈർ MBA-കാരനായി തിരിച്ചു വന്നത്. അപ്പോൾ അവനെ നിങ്ങൾ വിദ്യാഭ്യാസമില്ലാത്തവരെന്ന് പറയുന്നത്. നിങ്ങൾ ബാബാ കല്യാണി സിനിമ ഓർക്കുന്നുണ്ടല്ലോ ഇല്ലേ? ബാബാ കല്യാണി സിനിമയിൽ പഴനി ക്ഷേത്രം തകർക്കാൻ നടക്കുന്ന ഇന്ദ്രജിത്തിൻ്റെ കഥാപാത്രം എഞ്ചിനീയറിംഗിൽ വലിയ ബിരുദം നേടിയ, വലിയ മാർക്ക് നേടിയ, വലിയ പാണ്ഡിത്യം നേടിയ ആളാണ് അതിലെ കഥാപാത്രം. സത്യം പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ ഈ 2026 ബാബാ കല്യാണി എന്നൊരു സിനിമ ഇറക്കാൻ പറ്റുമോ? ഷാജി കൈലാസിന് ധൈര്യം ഉണ്ടാവുമോ? ഇവിടുത്തെ മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റുകൾ ആ സിനിമ നിരോധിക്കണമെന്ന് ആവശ്യപ്പെടും. പിണറായി വിജയൻ്റെ സർക്കാരാണെങ്കിലും അല്ലെങ്കിൽ സതീശൻ്റെ സർക്കാരാണെങ്കിലും ആ സിനിമയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തും. മിണ്ടാൻ പാടില്ല. ഇന്ന് ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ച് മിണ്ടാൻ പറ്റാത്ത സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. നിങ്ങൾ ഒരിക്കൽ കൂടി എപ്പോഴെങ്കിലും അവസരം കിട്ടിയാൽ ബാബാ കല്യാണി കാണിക്കണം. ബാബാ കല്യാണി ഇനി ഒരിക്കലും നമ്മുടെ സിനിമ കാണാനായിട്ട് നമ്മുടെ തിയേറ്ററുകളിൽ വരില്ല. കാരണം ഒരുപാട് സിനിമകളുടെ റീമേക്കുകൾ വരുന്നുണ്ട്. ബാബാ കല്യാണി വരില്ല. ബാബാ കല്യാണി ഇനി നിങ്ങളുടെ ഏതെങ്കിലും ചാനലിൽ, ഏഷ്യാനെറ്റിലോ അല്ലെങ്കിൽ സിനിമ കാണിക്കുന്ന സൂര്യയിലോ കൈരളിയിലോ ഏതെങ്കിലും ചാനലിൽ വരുമോ? വരില്ല. കേരളം അത് അംഗീകരിക്കില്ല. കാരണം ഇസ്ലാമിക ഭീകരതയെക്കുറിച്ച് കേരളത്തിൽ സംസാരിക്കുന്നു. ഇന്ത്യയിൽ എവിടെ സംസാരിച്ചാലും കേരളത്തിൽ സംസാരിക്കാൻ പറ്റില്ല. കേരള സ്റ്റോറി എന്ന് പറഞ്ഞപ്പോൾ അതില്ല എന്ന് പറഞ്ഞവരാണ് ഐഷ എന്ന പെൺകുട്ടി തൻ്റെ അനുഭവങ്ങൾ പറഞ്ഞപ്പോൾ അത് ഫേക്കാണ് എന്ന് പറയുന്നത്. അത് ഫേക്കാണെന്ന് പറയുകയാണ്. കേരളം ഞെട്ടിയില്ല, സാംസ്കാരിക നായകർ ഉണർന്നില്ല, രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധിച്ചില്ല, അന്വേഷണം വേണമെന്ന് പറഞ്ഞില്ല, കേരള പോലീസ് സ്വമേധയാ ഒരു കേസും എടുത്തില്ല, അന്വേഷണവും നടത്തിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്ര ഏജൻസികൾ ആ വീഡിയോയെക്കുറിച്ച് അന്വേഷണം നടത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇതൊന്നും പുറത്തു വരില്ല. എവിടെ വരില്ല? കേരളത്തിൽ വരില്ല. കേരളത്തിന് പുറത്തൊക്കെ വാർത്തയാണ്. അപ്പോൾ നോക്കൂ, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ പോലും ബലിയർപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സൈനികൻ്റെ ഭാര്യയ്ക്കുണ്ടായ അനുഭവമാണ്. കേരളം എന്താ ചർച്ച ചെയ്യാത്തത്? കേരളം അറിയണ്ടേ? അപ്പോൾ നമ്മൾ പറയുന്ന പോലെയല്ലേ പഹൽഗാമിലെ കാര്യം. പഹൽഗാമിൽ മതം ചോദിച്ച് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് ഉടുത്തിരിക്കുന്ന വസ്ത്രം പൊന്തിച്ചു നോക്കിയിട്ടാണ് മുസ്ലിം അല്ല എന്നുറപ്പാക്കിയിട്ട് വെടിവെച്ചു കൊന്നത്. ആദ്യത്തെ ദിവസങ്ങളിൽ, പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ കലിമ ചൊല്ലാൻ പറയണം എന്ന് റിപ്പോർട്ട് ചെയ്യാൻ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾക്ക്, ടെലിവിഷനുകൾക്ക് എന്തൊരു മടിയായിരുന്നു എന്നറിയാവോ? അവസാനം രാജ്യം മുഴുവൻ ഇത് വാർത്തയായി. രാജ്യത്തിലെ പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഈ സംഭവം പറഞ്ഞ് അപലപിച്ചപ്പോൾ ഗത്യന്തരമില്ലാതെയാണ് ഇവർ കലിമ ചൊല്ലാൻ പറഞ്ഞിട്ടാണ്
അല്ലെങ്കിൽ മുസ്ലിം അല്ലാത്തവരെ തെരഞ്ഞുപിടിച്ചാണ് കൊന്നത് എന്നുള്ള വസ്തുത റിപ്പോർട്ട് ചെയ്യാൻ കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറായത്. ഇത് വല്ലാത്തൊരു ഭീകരാവസ്ഥയല്ലേ? നമ്മുടെ നാട് ഇങ്ങനെയായിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കൾ ഇരയാക്കപ്പെടുന്ന, ഹിന്ദുക്കൾക്ക് നേരെയുള്ള അക്രമങ്ങൾ അതും നടത്തുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ വാർത്തയാവില്ല. ഒരു മാധ്യമ പ്രവർത്തക പരസ്യമായി പറഞ്ഞതല്ലേ, ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാം, ഇവിടുത്തെ ചില സംഘടനകൾ നടത്തുന്ന പ്രവർത്തികളെല്ലാം തള്ളിപ്പറയണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ കേരളത്തിൽ സംഘപരിവാർ RSS വലുതാവും എന്നതുകൊണ്ട് ഞങ്ങൾ മിണ്ടില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ ഗൾഫിലേക്ക് ടൂർ കൊണ്ടുപോകുന്ന ആരാ? മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി വർഷാവർഷം കേരളത്തിലെ ഏതെല്ലാം മാധ്യമ പ്രവർത്തകരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്ന് ചോദിക്കുന്നതിന് പകരം കൊണ്ടുപോകാത്ത എത്ര പേരുണ്ട് എന്ന് മാത്രം ചോദിച്ചാൽ മതി. ഇവിടുത്തെ നിങ്ങൾ അന്തിച്ചർച്ചയിൽ ഇരുന്ന് മതേതരത്വം പറയുന്ന, ജനാധിപത്യം പറയുന്ന, പൗരബോധം പറയുന്ന, ഭരണഘടന പറയുന്ന ഈ ആളുകളൊക്കെ അങ്ങ് ദുബായിൽ, ഗൾഫ് രാജ്യങ്ങളിൽ, GCC രാജ്യങ്ങളിൽ പോയി പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അമൃതത്ത് നക്കി തിന്നുന്നവരാണ്. അതുകൊണ്ട് ഇവർക്ക് മിണ്ടാൻ പറ്റില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ പറയില്ല, കേരളത്തിലെ സോഷ്യൽ മീഡിയയും പറയില്ല. സോഷ്യൽ മീഡിയയിൽ പറയുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്. പക്ഷേ മറ്റു ചിലർക്ക് ഭയമാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഭയം. ഒന്ന്, ചാനലിനെ ബഹിഷ്കരിക്കും, ചാനലിനെ ഉപദ്രവിക്കും. പിന്നെ ഭീഷണി, വധഭീഷണി, ടെലഫോണിൽ തെറി, ഇൻ്റർനെറ്റ് കോളിൽ വിളിച്ച് കൊന്നുകളയുമെന്ന് പറയുക. ഇതൊക്കെ പതിവുണ്ട്. ഇത്തരം വാർത്തകൾ മറ്റു മാധ്യമങ്ങൾ തമസ്കരിക്കുമ്പോൾ നിങ്ങളോട് വിളിച്ചു പറയുന്നവർ ഇതൊക്കെ അനുഭവിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. പക്ഷേ ഇതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. ഇന്ത്യ ലൈവ് ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഇത്തരം വാർത്തകൾ അറിയിക്കാൻ കഴിയുന്നില്ല എങ്കിൽ എന്തിനാണ് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത്? നിങ്ങൾ ഹിന്ദു ഒരു മുസ്ലിമിനെയാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ നിങ്ങൾ എത്ര മിനിറ്റുകൾ, എത്ര മണിക്കൂറുകൾ, എത്ര ടൺ ന്യൂസ് പ്രിന്റ് അച്ചടിച്ച് തള്ളും, എത്ര ടൈം സ്ലോട്ട് നിങ്ങൾ ഉപയോഗിക്കും ഹിന്ദു വിരുദ്ധതയ്ക്കെതിരെ? അല്ലെങ്കിൽ RSS ആണ്, സംഘിയാണ്, BJP ആണ്, ബജറംഗ ദളാണെന്ന് പറയാൻ? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മുംബൈ മീരാനഗർ റോഡിലെ കെട്ടിടത്തിന് കാവൽ നിന്ന സെക്യൂരിറ്റിക്കാരെ കുത്തിയ സംഭവം ഉണ്ടല്ലോ, കലീമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് കുത്തിയ സംഭവം. അതിലെ പ്രതി അമേരിക്കയിൽ പഠിച്ചിട്ട് വന്നവനാണ്. മഹാരാഷ്ട്ര ATS ഇവന്റെ കമ്പ്യൂട്ടറുകളും ഫോണുകളും ഒക്കെ പരിശോധിച്ചപ്പോൾ മനസ്സിലായത് എന്താണെന്നറിയാവോ? IS ബന്ധം, ഇസ്ലാമിക് തീവ്രവാദ സംഘടനയുമായിട്ടുള്ള ബന്ധം. ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ. നമ്മുടെ രാജ്യത്ത് അടുത്തു നിൽക്കുന്നവനെ വിശ്വസിക്കാൻ പറ്റില്ല. അവൻ എപ്പോഴാണ് കത്തി കയറ്റുക എന്നറിയില്ല. കൂടെ പഠിച്ച സഹപാഠിയെ വിശ്വസിക്കാൻ പറ്റില്ല. അവന് സ്ത്രീയെ ലൈംഗികമായി ഉപയോഗിക്കൽ മാത്രമല്ല, ഈ പെൺകുട്ടിയുടെ കേസിൽ അവളെ സെക്ഷലി അബ്യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല അവൻ്റെ ലക്ഷ്യം. ഭീഷണിപ്പെടുത്തി, പ്രലോഭിപ്പിച്ച്, ബ്ലാക്ക് മെയിൽ ചെയ്ത് മതം മാറ്റുക. നമ്മൾ കണ്ടില്ലേ, ലോകത്തിലെ ഏറ്റവും വലിയ IT കമ്പനികളൊന്നായ ടാറ്റ കൺസൾട്ടൻസി സർവീസിൽ അവിടുത്തെ HR മാനേജർ ഉൾപ്പെടെയുള്ളവർ ഹിന്ദു പെൺകുട്ടികളെ മതം മാറ്റുന്നു. വിപ്രോയിൽ കണ്ടില്ലേ? കേരളത്തിലെ പല സ്ഥാപനങ്ങളിലും, കേരളത്തിലും ഇങ്ങനെ നടക്കുന്നുണ്ട്. എനിക്കറിയാം, മലബാറിലെ ഒരു ഓട്ടോമൊബൈൽ സ്ഥാപനം, കാർ വിൽക്കുന്ന സ്ഥാപനം, അവിടെ ഇങ്ങനെ നടക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ ഫോണിൽ വിളിച്ച് പറഞ്ഞവരുണ്ട്. ടെലഫോണിൽ പറയുന്ന ഒരു കാര്യം മാത്രം വെച്ച് നമുക്ക് വാർത്ത ചെയ്യാൻ പരിമിതി ഉള്ളതുകൊണ്ടാണ്. രേഖാമൂലം ഒരു പരാതി തരൂ എന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള ധൈര്യം ആ ഇരകളായ പെൺകുട്ടികൾക്ക് ഇല്ലാതെ പോയി. കേരളത്തിലും നടക്കുന്നുണ്ട്. കേരളത്തിൽ പക്ഷേ നടന്നാൽ ആരും മിണ്ടില്ല. എല്ലാവരും കൂടി, ഇടതും വലതും കൂടി അത് പതുക്കി വെച്ച് മൂടി വെക്കും. എങ്ങനെ നമ്മൾ ജീവിക്കും കേരളത്തിൽ, ഇന്ത്യയിൽ? എന്നൊരവസ്ഥ നോക്കൂ. നരേന്ദ്രമോദിയുടെ സർക്കാർ ഭരിക്കുന്ന സമയത്താണ്. മഹാരാഷ്ട്രയിൽ ഫട്നാവിസിൻ്റെ BJP സർക്കാർ ഉള്ളപ്പോഴാണ് ഇത് ചെയ്യുന്നത്. ഇല്ലായിരുന്നെങ്കിലോ? അപ്പം നിങ്ങൾ ചോദിക്കും, BJP ഭരിച്ചിട്ടും നടക്കുന്നില്ലേ? BJP ഭരിച്ചിട്ടും നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ BJP ഭരിക്കുന്നത് കൊണ്ട് ഇത് പുറത്തു വരുന്നുണ്ട്, പ്രതികളെ പിടിക്കുന്നുണ്ട്. ഉത്തർപ്രദേശിലാണെങ്കിൽ പ്രതികൾ ചിലപ്പോൾ ഉണ്ട കയറി ചാവുന്നുമുണ്ട്. അപ്പോൾ BJP സർക്കാർ ഇല്ലായിരുന്നെങ്കിലോ? ഒരു സംശയമില്ല. ഇന്ത്യയെ സമ്പൂർണമായി മതം മാറ്റാൻ, ഒരു ജിഹാദി രാഷ്ട്രമാക്കി മാറ്റാൻ ഇവർക്ക് കഴിയുമായിരുന്നു. കോൺഗ്രസ് എക്കാലത്തും അതിനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുമെന്നുള്ള ഉറപ്പിലാണ് സ്വാതന്ത്ര്യത്തിൻ്റെ 100 വർഷം തികയുന്ന 2047 ഇന്ത്യ ഇസ്ലാമിക രാജ്യമാകുമെന്ന് ഇവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതായാലും ഈ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയുടെ കഥ നമ്മൾ അറിയണം. ഇത് കഥയല്ലല്ലോ, ജീവിതമാണ്. ജീവിതം എറിയുകയാണ്. ഹിന്ദുവിൻ്റെ ജീവിതം, ഹിന്ദു പെൺകുട്ടികളുടെ ജീവിതം പൂവിൻ്റെ ഇതളുകൾ ചീന്തി എറിയുന്നത് പോലെ ചീന്തിക്കളയുകയാണ്. ഇതിനെതിരെ ശബ്ദിക്കട്ടെ ആരെങ്കിലും. ശബ്ദിക്കേണ്ടത് ആരാണ്? ഒരു സംഘടനയുമല്ല, ഒരു പ്രസ്ഥാനവുമല്ല, നമ്മൾ ഓരോരുത്തരുമാണ്.
ഹിന്ദു മാത്രമല്ല, ഇന്ന് ഹിന്ദുവിനെ തേടിയാണ് ഇവർ വന്നെങ്കിൽ നാളെ ക്രിസ്ത്യാനിയെ തേടി വരും, പിന്നെ സിഖുകാരനെ തേടി വരും, പിന്നെ ബുദ്ധരെയും ജൈനരെയും തേടി വരും. അവർക്ക് ഞങ്ങൾ മാത്രമുള്ള ഒരു ലോകമാണ് വേണ്ടത്. പ്രിയപ്പെട്ടവരെ, മറ്റു മാധ്യമങ്ങൾ മൂടിവെക്കുന്ന വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ നിർഭയം നിരന്തരം സജീവമായി ഉണ്ടാവും. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. നിങ്ങൾ ഉണ്ടാവേണ്ടത് ചാനൽ കാണുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരോടും ബന്ധുക്കളോടും പറയുക. ഇന്ത്യ ലൈവ് മലയാളം എന്ന് പറയുന്ന ചാനൽ നമ്മുടെ ചാനലാണ്. അതിനെ സഹായിക്കണം, അത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്യിക്കുക എന്നത് നിങ്ങളൊരു ബാധ്യതയായി ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിച്ചാൽ നിരന്തരം മറ്റുള്ളവർ മൂടി വയ്ക്കുന്ന വാർത്തകൾ നിങ്ങൾക്ക് ഞങ്ങൾ എത്തിച്ചു തന്നുകൊണ്ടേയിരിക്കും.